ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ SYT. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമിലാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവൈവൽ സീരീസാണ് ഇന്നും എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം മൾട്ടിക്രാഫ്റ്റ് ഗെയിം നമ്മൾ ഞാൻ 5-6 മാസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ താഴത്തെയൊക്കെ മൾട്ടിക്രാഫ്റ്റ് കളിച്ചായിരുന്നു. ബട്ട് അതെല്ലാം ക്രിയേറ്റീവാണ് നമ്മൾ കളിച്ചത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ മൾട്ടിക്രാഫ്റ്റിൻ്റെ സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ ആദ്യമേ തന്നെ മരം 2-3 മുറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇത് ഏകദേശം മൈൻക്രാഫ്റ്റ് ഇല്ലേ, അതിൻ്റെ കൂട്ടൊക്കെ തന്നെയാണ് ഗൈസ് ഈ ഗെയിമും. ബട്ട് ഇത് ഇച്ചിയും കൂടി ഞാൻ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇച്ചിയും കൂടി സാധനങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ മൈൻക്രാഫ്റ്റിനെക്കാട്ടിയും കൂടുതലുമാണ്. അതുപോലത്തെ ഇച്ചിരി കാര്യങ്ങൾ അല്ല, ഗ്രാഫിക്സ് ഒക്കെ മൈൻക്രാഫ്റ്റ് തന്നെയാണ് ഇച്ചിയും കൂടെ ബെറ്റർ. ബട്ട് ഇതെനിക്ക് ഇച്ചിയും കൂടി ഇഷ്ടമാണ്, കുഴപ്പമില്ല ഗൈസ്. അത്രയ്ക്ക് വലിയ സീനുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് നമുക്ക് ആപ്പിള് അതുപോലത്തെ ഇച്ചിരി റിയലിസ്റ്റിക് ആയിട്ട് ആപ്പിളൊക്കെ 5-6 പറിച്ചെടുത്തേക്കാം, കാരണം വിശക്കും. ഓക്കെ, പിന്നെ ഈ മരമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വേണം ഗൈസ്. അപ്പം ഈ മരം എല്ലാം അങ്ങ് മുറിച്ചെടുത്തേക്കാം. ഇതിനകത്ത് ഗൈസ് പിന്നെ ഇഷ്ടം പോലെ പട്ടികളൊക്കെ ഉണ്ട്. മൈൻക്രാഫ്റ്റ് ഒറ്റൊരു പട്ടിയേ വരുന്നുള്ളൂ, ബട്ട് ഇതിനകത്ത് ജർമ്മൻ ഷെപ്പേർഡ്, പഗ് അങ്ങനത്തെ പട്ടികളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഡേ ഇൻ വുഡ് അതൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നൈസായിട്ട് ഫുഡെല്ലാം ഇങ്ങ് പറിച്ചെടുക്കുന്നുണ്ട്. രാത്രി ആവുന്നതിന് മുമ്പ് എങ്ങനെയായാലും ഒരു ബേസ് എന്തെങ്കിലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പം ഞാൻ എന്തായാലും നേരെ പോയിട്ട് എന്നെല്ലാം നോക്കട്ടെ ഗൈസ്. അപ്പം എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് നേരെ ഈ ഫുഡെല്ലാം കളക്ട് ചെയ്യാം. ഇങ്ങനെയായാലും നമുക്ക് ചെറിയൊരു ബേസ് ഉണ്ടാക്കിയെടുക്കണം ആദ്യമേ തന്നെ, കാരണം രാത്രിയിൽ സോംബീസ് ഉണ്ട്. ബട്ട് ഈ മൾട്ടിക്രാഫ്റ്റ് സോംബീസ് ഞാൻ വലിയ രീതിക്ക് ശ്രദ്ധിച്ചിട്ടില്ല, കാരണം ഞാൻ ക്രിയേറ്റീവ് ആയിരുന്നു കളിക്കുന്നതുകൊണ്ട് തന്നെ. ഇതൊക്കെ നോക്കണം. ഈ തോന്നുന്ന ഇച്ചിരി ഡേഞ്ചർ ആണെന്ന്, ബിക്കോസ് മഷ്റൂം കഴിച്ചിട്ടുണ്ട് ഗൈസ്. അതിന് വല്ല പോയിസൺ ആവുമെന്ന്. ഓക്കെ, അപ്പോൾ പിഗ് ഇവിടെ കാണുന്നുണ്ട്. വേണ്ടോ ഗൈസ്, ഒരു പഗ് പട്ടിയെ കാണുന്നുണ്ടോ ഗൈസ്? ഓക്കെ, ഇവനെ നമുക്ക് എന്തായാലും തീർക്കാം. ഓക്കെ ഗൈസ്, ഇന്നത്തിൽ അടിക്കുന്ന സൗണ്ട് കേട്ടോ ഗൈസ്, നല്ല രസമുണ്ട് കേൾക്കാം അല്ലേ. ഏതാണ് നമ്മുടെ പഗ് എന്ന് പറഞ്ഞ പട്ടി. ഇന്ന് എനിക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്, ബട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയെടുക്കണം. ആദ്യമേ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിനായിട്ട് ഇങ്ങനെ ആദ്യമേ തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കണ്ടേ ഗൈസ്. നോക്കട്ടെ ഗൈസ്, ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പേടിയാവും ഗൈസ്, അജാതി സൗണ്ടാണ്. ലൈക്ക് ദാറ്റ്. എന്തായാലും ഇതെല്ലാം പറക്കിങ്ങെടുക്കാം. ഓക്കെ, ചെറിയൊരു വീട് എന്തായാലും ഉണ്ടാക്കിയെടുക്കും, പിന്നെ നമ്മൾ വലിയ സെറ്റപ്പിലുണ്ടാക്കും. ഇപ്പം നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. രാത്രി ആയോ? എന്തായാലും ഈ രാത്രി എങ്ങനെയെങ്കിലും നമുക്ക് ചാടി നിൽക്കാം. ഗൈസ്, കിളി കണ്ടോ ഗൈസ്? അവനെ അതിനെ നൈസായിട്ട് തീർത്തിട്ടുണ്ട്. അതിൻ്റെ എന്തെങ്കിലും കിട്ടുമോ? ഫെദർ കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ആരെങ്കിലും ഇവിടെ വരണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഇൻവൈറ്റ് കോഡ് അടിച്ചാൽ മതി ഗൈസ്. നമുക്ക് എന്തായാലും ഇതൊക്കെ പറിച്ചെടുക്കാം. ഒരു സോംബി എഴുന്നള്ളന്ന് വരാം. സോംബി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓടാം ഗൈസ്. ഈ ട്രീയൊക്കെ നൈസായിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ഈ പൂച്ചയുടെ സൗണ്ട് എവിടുന്ന? പൂച്ചയൊന്നും കാണുന്ന കൂടിയില്ല. നൈസായിട്ട് ഇതെല്ലാം പൊട്ടിച്ചെടുക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ പോലും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഗൈസ്, ഇതിനകത്ത് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വേറെയാണ്. ഓക്കെ, ഇനി എങ്ങനെ അതിൻ്റെ പേര് എല്ലാം നമുക്ക് തപ്പിയെടുക്കണം. ഇവിടെ എങ്ങാണ്ടൊക്കെ സോംബിയുടെ സൗണ്ട് ഗൈസ് ഇവിടെ എങ്ങാണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എവിടെയാണെന്നറിയാൻ മേല. നമുക്ക് എന്തായാലും നേരെ നടക്കാട്ടാ. ഗൈസ്, എൻ്റെ ബാക്കിലാണെന്നാണ് തോന്നുന്നത്. നൈസായിട്ട് ഓടാം. വളരെക്ക് സീനൊന്നും വന്നിട്ടില്ല. ഇവിടെ ഫുള്ള് കാടാണ് കേട്ടോ. നമുക്ക് എന്തായാലും സാൻഡൊക്കെ നോക്കി വെച്ചും വരാം. അതായത് നമുക്ക് ആ സൈഡിലേക്ക് പോകാം. എനിക്ക് മാപ്പിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ സാൻഡുണ്ട്. മേരി ബാക്ക്. എൻ്റെ ബാക്കിൽ അവിടെ എങ്ങാണ്ടൊക്കെ ഉണ്ട്. ഒരു നിങ്ങളെ
ഓ ഗൈസ് താ വരുന്ന ഗൈസ്. ഇതാ ഗൈസ് ഇവിടെ സോംബി. ഓ ഇവന് കത്തിയൊക്കെ ഉണ്ടല്ലോ. ഇവനെ കൊന്നപ്പോൾ കത്തി കിട്ടുമോ? പക്ഷെ ഇപ്പം എനിക്കത് കൊല്ലാൻ എന്തെങ്കിലും ഒന്നും ഇരിപ്പില്ല ഗൈസ്. ആ പൂച്ചക്കുട്ടിയാണ്ട് ഇങ്ങോട്ട് കയറി വരികയാണെങ്കിൽ പറ്റുമെങ്കിൽ നമുക്ക് തീർക്കാട്ടാ. ഓ എന്നെ എന്തൊക്കെ കടിക്കുന്നുണ്ട്. ഒരു ആപ്പിൾ വയ്ക്കാം. ഓടണമെങ്കിൽ ഓക്കെ. നമുക്ക് എന്തായാലും ഗൈസ് രാവിലെ വരെ പിടിച്ചിരിക്കണം. അപ്പോൾ രാവിലെ ആയിട്ട് ഗൈസ് കാണാം. ഗൈസ് ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പം രാവിലെ ആയപ്പോൾ തന്നെ ഇന്നലെ രാത്രി തന്നെ ഞാൻ നോക്കുമ്പം ഇവിടെയുള്ള കുറച്ച് സാൻഡും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കൂടെ നടന്നു പോയപ്പോൾ കുറച്ച് 3-5 പിഗല്ല ഗൈസ് ഷീപ്പ് ഇവിടെ കൂടെ പോകുന്നുണ്ട്. അതിനെല്ലാத்தைയും അതിനൊക്കെ തല്ലിക്കൊന്നൊരു ബെഡും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബെഡൊക്കെ കിടക്കമുള്ള ഇത് കിട്ടിയില്ല ഗൈസ്. കിടക്കുമ്പോഴത്തേക്ക് രാവിലെ ആയി കഴിഞ്ഞിരുന്നു. അവസാനം നമ്മൾ ബെഡും ഉണ്ടാക്കി, അങ്ങനെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിക്കാക്സ് വേണം. ഏത് ടൈമിലെ പിക്കാക്സ് എവിടെ പോയാലും നമുക്ക് പിക്കാക്സ് വേണം. പിക്കാക്സും വേണം, ഇതും വേണം, സോഡ്. അവിടെ ഗൈസ് പിക്കാക്സിന് 3 ഇതും. ഗൈസ് എനിക്ക് എങ്ങനെ സ്റ്റിക്ക് ഉണ്ടാക്കണമെന്ന് അറിയാൻ മേല. ഗൈസ് കിട്ടി. മൈൻക്രാഫ്റ്റ് കളിച്ച രീതിയിൽ വെക്കുവാണ് കേട്ടോ. എനിക്കറിയാൻ മേല ശരിക്കും വന്നാൽ. ഓക്കെ. ഓ ഇത് എക്സാക്ട്ലി ലൈക്ക് മൈൻക്രാഫ്റ്റ് ആണ് കേട്ടോ. ഓക്കെ അങ്ങനെ പിക്കാക്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഇത് വേണം, സോഡ്. സോഡ് എങ്ങനെയായിരുന്നു? ഷവലിങ്ങനെ, സോറി, അതെങ്ങനെയായിരുന്നു? ഒരു ഇത് വെച്ചാൽ മതി അല്ലേ? തിങ്ക് സോ. ഓക്കെ ഒരു സോഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ട ഒരു ഷവൽ വേണം. ഓക്കെ ഒരിത് വേണമല്ലോ നമുക്ക്. ഇങ്ങനെ ഒരു ഇതും കൂടി വെച്ച് ഒരു സ്റ്റിക്ക് 5 ഉണ്ടാക്കി. ഓക്കെ ഷവലും റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ അങ്ങനെ ഷവലും സെറ്റാക്കി. ഇത്രയും സാധനങ്ങളുമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും അങ്ങ് പൊട്ടിച്ചെടുക്കാം. രണ്ടും പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ വീണ്ടും ഒരു ഷീപ്പിൻ്റെ അലർച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ എടുക്കാൻ നിൽക്കുന്നില്ല, കാരണം അതോ ഷീപ്പ് കണ്ടോ ഇവിടെ ഗൈസ്. പിന്നെ ഞാൻ പറയാൻ പറഞ്ഞു, ഇവിടെ മൈൻക്രാഫ്റ്റിൽ വെള്ള ഷീപ്പും ബ്ലാക്ക് ഷീപ്പും ഉള്ളെങ്കിൽ ഇതിനകത്ത് എല്ലാ കളറിലെ ഷീപ്പും കാണും ചില ടൈമിലൊക്കെ. ടൈം എപ്പോഴും കാണാമെന്നില്ല. അപ്പോൾ നമുക്ക് നൈസായിട്ട് ആദ്യം ഇച്ചിയും കൂടി മരം പൊട്ടിച്ചെടുക്കാം. കാരണം ഒരു വീടുണ്ടാക്കണം, ചെറിയൊരു ബേസ് ഉണ്ടാക്കണം. കാരണം എപ്പോഴാണ് പറയാൻ പറ്റിയല്ല, സോംബി രാത്രി കിടന്നുറങ്ങാനും ഒക്കെ ചെറിയ ബേസ്. ഓക്കെ അപ്പം നമുക്ക് ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കാം. ഓക്കെ 11 വുഡായിട്ടുണ്ട് ഗൈസ്. 11 വുഡ് പോരാ ഗൈസ്. 11 വുഡാകുമ്പോൾ ഇതാക്കാൻ പറ്റും, കുറേ ആക്കാൻ പറ്റും. ബട്ട് നമുക്ക് ഇച്ചിരി കൂടി വുഡ് എടുക്കാം. കാരണം നമുക്ക് സൈഡ് വഴി ഇച്ചിരി ഡിസൈൻ ഇച്ചിരി കിടുക്കനായിട്ട് എടുക്കാനുള്ള വഴിയാണ്. പിന്നെ ഗൈസ് നമുക്ക് കോബിൾ സ്റ്റോൺ വേണം ഗൈസ്. കോബിൾ സ്റ്റോൺ വേണം. പിന്നെന്താ വേണ്ടെന്ന് ഗൈസ്? പിന്നെ അങ്ങനെയൊന്നും വേണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് മൈനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. മൈനിങ് കുറച്ച് നന്നായിട്ട് തന്നെ ചെയ്യണം. കാരണം എല്ലാத்தைയും നമുക്ക് മൈൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതും കൂടി ചെയ്യാം. പിന്നെ ഗൈസ് ഇത് മൾട്ടിപ്ലെയർ ആക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു സർവൈവൽ സീരീസ് എന്ന് തന്നെ അങ്ങ് വിളിക്കാം ഗൈസ്. പിന്നെ പേരിടാം ഗൈസ്. നിങ്ങളെ പേര് നല്ലൊരു പേര് കമൻറ്റും ചെയ്യാം ഗൈസ്. ഓക്കെ അയ്യോ അത് പൊട്ടിയില്ല. ഓക്കെ സെറ്റ്. 20 വുഡായിട്ടുണ്ട്. ഒരു 30 വുഡോ സംതിങ് മതിയെന്ന് തോന്നുന്നു. ഓക്കെ നമുക്ക് നൈസായിട്ട് തന്നെടുക്കാം. നൈസ് വില്ലേജ് കണ്ടുപിടിക്കണം. എനിക്കൊരു വില്ലേജിൻ്റെ അടുത്തായിട്ട് ഇത് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. വില്ലേജൊക്കെ തപ്പിയെടുക്കണം ഗൈസ്. പിന്നെ നമുക്ക് ഇച്ചിരി ആപ്പിള്. അയ്യോ ഗൈസ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.